ഹായ് ഹലോ, ദിസ് ഈസ് ശരണ്യ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കുറച്ച് 10 ക്വസ്റ്റ്യൻ. സാധാരണ ഞാൻ 10 ക്വസ്റ്റ്യനായിട്ടാണ് വരിക. ഇന്ന് ക്വസ്റ്റ്യൻസ് അല്ല, നമുക്കിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. ടോപ്പിക്കുകൾ മീൻസ് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിൽ കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ. അത് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് ഏകദേശം പോയിന്റ് വൈസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പോയിന്റ്സ് എല്ലാം വളരെയധികം പ്രയോജനമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എക്സാമിനല്ല, എല്ലാ എക്സാംസിനും ഞാൻ എല്ലാ സ്ലൈഡ്സിലും പറയണ പോലെ തന്നെ, ക്ലാസ്സിലും പറയണ പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആവശ്യമുള്ളത് നോട്ട് ചെയ്തെടുക്കുക. ഇത് കുറച്ച് അതായത് ഞാൻ ഏകദേശം നമുക്ക് വിടാൻ പറ്റുന്നതില്ല. ഇതെല്ലാം ഏകദേശം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ. പക്ഷെ ഈസിയാണ് കേട്ടോ, വലിയ കഷ്ടമൊന്നുമില്ല, പേടിക്കണ്ട. നമ്മളെ നിത്യജീവിതങ്ങളിലൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള കേട്ട് പരിചയമുള്ള രീതിയിലുള്ള വേർഡ്സ് ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നോക്കി എഴുതിയെടുക്കുക. അതായത് പോയിന്റ് വൈസ് നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് ഈസി ആയിട്ട് ആ രീതിയിൽ എഴുതിയെടുക്കുക. എന്നിട്ട് റിവൈസ് ചെയ്യുക. മനസ്സിലായോ? പക്ഷെ എല്ലാതും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയി തോന്നിയാലും കുഴപ്പമില്ല, കേട്ട് നോക്കുക. ഹാഫ് ആയിട്ടാണെങ്കിലും കേട്ട് നോക്കുക. എന്നിട്ട് കുറച്ചായിട്ട് പഠിക്കുക. ഈസിയാണ്, പേടിക്കണ്ട കേട്ടോ. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ടോപ്പിക്ക് വരട്ടെ. പബ്ലിക് ഹെൽത്തിലാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് എക്സാമിന് വരുന്ന ഒരു പോർഷൻ തന്നെയാണ്. അപ്പൊ എന്താണ് ടോപ്പിക് എന്ന് വെച്ചാൽ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. ഓക്കെ, ജീവകങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വൈറ്റമിൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. തുടങ്ങിയാലോ? ഓക്കെ. ജീവകോശങ്ങളുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട പ്രകൃതിദത്ത രാസഘടകങ്ങളാണ് ഈ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകങ്ങൾ. എന്താണ് വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് വൈറ്റമിൻ എന്നുള്ള പേര് സുപരിചിതമാണ് അല്ലേ? പക്ഷെ എന്താണ് വൈറ്റമിൻ, ഏതൊക്കെ ടൈപ്സ് ഉണ്ട് വൈറ്റമിൻ, അത് കുറഞ്ഞാലും കൂടിയാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിന് പ്രശ്നം പറ്റിയാലും ഒക്കെ എന്തൊക്കെ സംഭവിക്കും, അത് വരാൻ, അതായത് ആ വൈറ്റമിൻ ഉണ്ടാവാൻ നമ്മൾ എന്താണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം, അതൊന്നും നമുക്ക് ധാരണ ഉണ്ടാവും. പക്ഷെ വലുതായിട്ടുള്ള ധാരണയൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പൊ നമുക്ക് ഇതിലൂടെ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും കേട്ടോ, ഉറപ്പാണ്. ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ എന്തായാലും കിട്ടും. ഓക്കെ, എക്സാമിന് എഴുതാനും സാധിക്കും കേട്ടോ, ഉറപ്പാണ്. ഓക്കെ, എന്താണ് അപ്പോൾ വൈറ്റമിൻ? ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കുക. ജീവകോശങ്ങളുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട പ്രകൃതിദത്ത രാസഘടകങ്ങളാണ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകങ്ങൾ. മനസ്സിലായല്ലോ? മനസ്സിലായി കാണും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള കാർബണിക് പദാർത്ഥങ്ങളാണ് ജീവകങ്ങൾ. ഈ മനുഷ്യ ശരീരത്തിലുള്ള നമ്മുടെ കോശങ്ങൾക്കെല്ലാം ആവശ്യമുള്ള പ്രവർത്തനങ്ങളും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാർബണിക് പദാർത്ഥങ്ങളാണ് ഈ ജീവകങ്ങൾ, അതായത് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അതുണ്ടെങ്കിലാണ് ഒരു മനുഷ്യൻ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. നമുക്കിപ്പോൾ മുടി കൊഴിച്ചിൽ ഉണ്ടാവും, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ പറയില്ലേ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും കേട്ടോ എന്ന്. അതാണ് ഈ വൈറ്റമിൻ എല്ലാത്തിനും ആവശ്യത്തിന് ഉണ്ടെങ്കിലാണ് നമുക്ക് ആക്റ്റീവായിട്ട് നമ്മുടെ കോശങ്ങളൊക്കെ ആക്റ്റീവായി പ്രവർത്തിക്കും. അതെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചാലാണ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഭംഗിയും ഊർജ്ജസ്വലതയും എല്ലാം കിട്ടുള്ളൂ അല്ലേ? അതാണ് സംഭവം, വേറൊന്നുമല്ല കേട്ടോ. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള കാർബണിക് പദാർത്ഥങ്ങളാണ് ജീവകങ്ങൾ. മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ 13 ജീവകങ്ങളാണുള്ളത്. എത്ര ജീവകങ്ങളാണുള്ളത്? 13 ജീവകങ്ങളാണുള്ളത്. ജീവകം എന്ന് പറയുമ്പോൾ വൈറ്റമിൻസ് ആണ്, ഇനി അത് കൺഫ്യൂസ് ചെയ്യണ്ട കേട്ടോ. ഇതിൽ എഴുതിയത് ഞാൻ അതേപടി വായിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ എത്ര ജീവകങ്ങളാണുള്ളത്? 13. കാസിമർ ഫംഗ്, ഇതെന്ത് സംഭവം? കാസിമർ ഫംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് കേട്ടോ. അതായത് ഈ ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നൽകിയത് അദ്ദേഹമാണ്. എന്താ പേര്? കാസിമർ ഫംഗ് ആണ് ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നൽകിയത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് വൈറ്റമിൻ ഏതൊക്കെയാണെന്ന് നോക്കാം, ജീവകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? എ, സി,
ഡി, ഇ, കെ എന്നീ പേരുകളിലുള്ള 5 ജീവകങ്ങളും പിന്നെ ബി കോംപ്ലക്സിലെ 8 ജീവകങ്ങളും ചേർന്നതാണ് അനിവാര്യ ജീവകങ്ങൾ. അപ്പൊ ഏതൊക്കെയാണ്? എ, സി, ഡി, ഇ, കെ എന്നീ പേരുകളിലുള്ള 5 ജീവകങ്ങളും ബി കോംപ്ലക്സിലെ 8 ജീവകങ്ങളും ചേർന്നതാണ് ഈ അനിവാര്യ ജീവകങ്ങൾ. അപ്പൊ മനസ്സിലായോ? നമുക്ക് ഇനിയും ഇതെന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഒരു ഐഡിയ എന്തായാലും വരും. എന്താണ്? മനുഷ്യകോശങ്ങൾക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ് ജീവകങ്ങൾ. അത് സത്യമാണല്ലോ, മനുഷ്യന് സ്വയമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. അതാണ് ഈ ജീവകങ്ങൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം. ഇടയ്ക്ക് എൻ്റെ കൈതട്ടി അത് കയറി വന്നതാണ് കേട്ടോ. ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് 6th പോയിന്റ്? കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ഈ ജീവകം. മനുഷ്യകോശങ്ങൾക്ക് സ്വയം, 5ാമത്തെ പോയിന്റ് ആണ്, മനുഷ്യകോശങ്ങൾക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ് ജീവകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വൈറ്റമിൻ ഡി ഉണ്ട്, അത് നമുക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല. അത് ത്രൂ സൺലൈറ്റ് വഴിയാണ് നമുക്ക് അത് കിട്ടുന്നല്ലേ. അങ്ങനെ ഓരോ ജീവകങ്ങൾക്കും ഓരോ രീതിയുണ്ട്. ഐ മീൻ വരേണ്ട രീതിയല്ല കേട്ടോ, നമ്മളിപ്പോൾ അതിന് ഭക്ഷണ ക്രമീകരണങ്ങളോ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെയാണ് നമുക്ക് വൈറ്റമിൻ കിട്ടുള്ളൂ. ഇന്ന വൈറ്റമിൻ, ഇപ്പോൾ ഇലക്കറികളിൽ ഇന്ന വൈറ്റമിൻസ് ഉണ്ട്, നെല്ലിക്കയിൽ ഇന്ന വിറ്റമിൻ ഉണ്ട്, അങ്ങനെ നമ്മൾ പറയില്ലേ, അതാണ് സംഭവം കേട്ടോ. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ഈ ജീവകം. ഭക്ഷണത്തിലൂടെയാണ് പ്രധാനമായും ജീവകങ്ങൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മുന്നേ പറഞ്ഞല്ലോ. ജീവകങ്ങൾ ഊർജം നൽകുന്നില്ല. എന്ത് നൽകുന്നില്ല? ഊർജം നൽകുന്നില്ല. ജീവകങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് എന്ത്? അപര്യാപ്തതാ രോഗങ്ങൾ. ജീവകങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് അപര്യാപ്തതാ രോഗങ്ങൾ. ജീവകങ്ങളെ പ്രധാനമായും 2ആയി തരംതിരിക്കാം. എങ്ങനെ തരംതിരിക്കാൻ പറ്റും? ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും. ഈ ജീവകങ്ങളെ നമുക്ക് ശരിക്കും 2ആയിട്ട് തരംതിരിക്കാൻ പറ്റും. എന്തൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? അത് നോക്കണ്ടേ? ഏതൊക്കെയാണ്? ബി കോംപ്ലക്സും സിയും. ഏതൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ബി കോംപ്ലക്സ്, സി. ഈ 2 വൈറ്റമിൻസ് ആണ് കേട്ടോ. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? എ, ഡി, ഇ, കെ. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? എ, ഡി, ഇ, കെ. എ, ഡി, ഇ, കെ. അപ്പൊ ജലത്തിൽ ലയിക്കുന്നത് എന്താണ്? ജലത്തിൽ ബി കോംപ്ലക്സ് സി. ബി കോംപ്ലക്സ് സി, അങ്ങനെ ആലോചിക്കുക. ജലത്തിൽ ബി കോംപ്ലക്സ് സി. കൊഴുപ്പിൽ ലയിക്കുന്നത് എ ഡി ഇ കെ. എ ഡി ഇ കെ. കൊഴുപ്പിൽ എ ഡി ഇ കെ. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്നില്ല. പേശികളിലേക്കും കോശഭാഗങ്ങളിലേക്കും ജീവകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നില്ല. ഓക്കെ. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ അഡിപ്പോസ് കലകളിലും കരളിലുമായി ശരീരം സംഭരിക്കും. എവിടേക്കാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ? അഡിപ്പോസ് കലകളിലും കരളിലും ട്ടോ. കരളിലുമാണ് നമ്മുടെ ശരീരം സംഭരിച്ചു വെക്കുന്നത്. ശരീരത്തിലെ ആവശ്യത്തിലധികമുള്ള ബി കോംപ്ലക്സ് സി ജീവകങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും. ശരീരത്തിലെ ആവശ്യത്തിലധികമുള്ള ബി കോംപ്ലക്സും സിയും ഇതൊക്കെ എന്തിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത്? എന്തിലൂടെയാ? മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും. ഏതൊക്കെ വൈറ്റമിൻസ് ആണ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നത്? ബി കോംപ്ലക്സ് സി. ഓക്കെ. ജീവകങ്ങൾക്ക് പ്രത്യേക രാസനാമങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ആണ്. ജീവകങ്ങൾക്ക് പ്രത്യേക രാസനാമങ്ങൾ നൽകിയത് ആരാണ്? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 2ആയി തിരിച്ചിട്ടുണ്ടെന്ന് അറിയാലോ. അപ്പൊ ആ 2 പാർട്ടും അതിന്റെ അതാത് വൈറ്റമിൻസിന്റെയും എക്സ്പ്ലനേഷനും നോക്കാം. ഫസ്റ്റ് നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്, ആ ഓരോ ജീവകത്തിനെ കുറിച്ചിട്ടും എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കടന്നാലോ. ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ. ഇത്ര നേരം പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒരുപാട് വരുന്നത് ഇനിയാണ് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ഫസ്റ്റ് ജീവകം എ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത് കേട്ടോ. ജീവകം എ
രാസനാമം എന്താണ്? റെറ്റിനോൾ. ജീവകം എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ. 1913 എൽമർ മക്കൊല്ലം എന്ന ജൈവ രസതന്ത്രജ്ഞനാണ് വെണ്ണയിൽ നിന്ന് ജീവകം എ വേർതിരിച്ചെടുത്തത്. ആരാണ്? എൽമർ മക്കൊല്ലം എന്ന ജൈവ ശാസ്ത്രജ്ഞനാണ് വെണ്ണയിൽ നിന്ന് ജീവകം എ വേർതിരിച്ചെടുത്തത്. ബ്രൈറ്റ് എ എന്നാണ് ഈ വൈറ്റമിൻ അറിയപ്പെടുന്നത്. ഇതിന് ബ്രൈറ്റ് എ എന്നും ഈ വൈറ്റമിൻ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. കണ്ണുകൾ, ത്വക്ക്, കോശം എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം എ. മനസ്സിലായല്ലോ? കണ്ണുകൾ, ത്വക്ക്, കോശം കേട്ടോ. പിന്നെ ഏതിലൊക്കെയാ അതുള്ളത്? ഇലക്കറികൾ, കരൾ, മുട്ട, പാൽ, മത്സ്യം, എണ്ണകൾ, ചീര, ക്യാബേജ്, പിന്നെ മഞ്ഞയോ ഓറഞ്ചോ നിറമുള്ള ഫലങ്ങൾ. അതായത് എന്തൊക്കെയാന്ന് വെച്ചാൽ അത് ഉദാഹരണം പപ്പയ, മാങ്ങ, ക്യാരറ്റ്, തക്കാളി എന്നിവയാണ് ജീവകം എയുടെ പ്രധാന സ്രോതസ്സുകൾ. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മൾ ജീവകം എനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ദിവസം ഒരു ജീവകം വെച്ച് പഠിച്ചാലും മതി. എല്ലാം കൂടെ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കണ്ട. ദിവസം ഓരോന്ന് വെച്ച് പഠിച്ചാലും കൂടെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. കരോട്ടിൻ എന്ന വർണ്ണവസ്തു ശരീരത്തിൽ വെച്ച് എളുപ്പം ജീവകം എ ആയി മാറ്റപ്പെടുന്നത് കൊണ്ട് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ട് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത്? കരോട്ടിൻ എന്ന വർണ്ണവസ്തു ശരീരത്തിൽ വെച്ച് എളുപ്പം ജീവകം എ ആയി മാറ്റപ്പെടുന്നത് കൊണ്ട് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നു. ജീവകം എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജീവകം എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തത, സിറോഫ്താൽമിയ. എന്തൊക്കെയാണ്? നിശാന്തത, സിറോഫ്താൽമിയ. സാധാരണ വ്യക്തിക്ക് ആവശ്യമായ ജീവകം എയുടെ അളവ് എത്രയാണ്? 1.5 to 2 മില്ലിഗ്രാം. എത്രയാണ്? 1.5 to 2 ട്ടോ. റോഡോപ്സിൻ നിർമ്മാണം തടസ്സപ്പെടുന്നതിനാൽ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചശക്തി കുറയുന്ന അവസ്ഥയാണ് എന്ത്? ഈ നിശാന്തത. അവിടെ പറഞ്ഞല്ലോ ഇതിന്റെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖമാണെന്ന്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡോപ്സിൻ നിർമ്മാണം തടസ്സപ്പെടുന്നതിനാൽ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചശക്തി കുറയുന്ന ഒരു അവസ്ഥയാണ് ഈ നിശാന്തത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വൈറ്റമിൻ. അപ്പൊ നമ്മുടെ ജീവകം എ കഴിഞ്ഞു കേട്ടോ. അതിൽ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വൃത്തിയായിട്ട് പഠിച്ചെടുക്കുക. എന്തായാലും അതൊന്ന്, അതായത് അതൊന്നല്ല, നമ്മുടെ ഈ ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് എന്താണ്? ജീവകം ഡി. ജീവകം ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ. ഈ രാസനാമങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കണം, പഠിക്കണം. ഇപ്പൊ ജീവകം ഡിന്റെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. എന്ത് വൈറ്റമിൻ ആണ്? സൺഷൈൻ വൈറ്റമിൻ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ജീവകം ഡി സൺലൈറ്റിലൂടെ കിട്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എന്തെങ്കിലും ഒരു ജീവകം ഡിയുടെ കുറവുണ്ടെങ്കിൽ നമുക്ക്, അതായത് കോശങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ. അപ്പൊ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമാണിത്. എന്താണ്? എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമാണ് ഈ ജീവകം ഡി. ഓക്കെ, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ഉപാപചയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. എന്തിന്റെയൊക്കെയാണ്? കാൽസ്യം, ഫോസ്ഫറസ്. ഓക്കെ, പിന്നെ സ്റ്റിറോയിഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റിറോയിഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ കരൾ, മത്സ്യ എണ്ണകൾ, ഇലക്കറികൾ, പാൽ, മുട്ട, വെണ്ണ എന്നിവയിൽ ധാരാളം അടങ്ങിയ ജീവകമാണ്. അപ്പൊ എല്ലാവരും ഇതൊക്കെ നല്ലപോലെ ഭക്ഷണങ്ങൾ കഴിക്കണം കേട്ടോ. ഒരുപാടല്ല, ആഴ്ചയിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസങ്ങളിലെങ്കിലും ഇതൊക്കെ ഉൾപ്പെടുത്തണം. പാല്, മുട്ട ഇത് ഉൾപ്പെടുത്താൻ നമുക്ക് വലിയ കഷ്ടമില്ല. പിന്നെ ഇലക്കറികൾ അതൊക്കെ കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ടല്ലേ. അതായത് അപ്പം ഇലക്കറികളൊക്കെ ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും കഴിക്കാൻ നോക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഈ വിറ്റമിൻ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊന്നും വരില്ല. ഏറ്റവും നല്ല ഫുഡുകളായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതായിരിക്കും ഈ ഇലക്കറികൾ അല്ലേ. അത്യാവശ്യം എല്ലാവരുടെ വീട്ടിലും കാണും മുരിങ്ങയിലയും ചീരയും അല്ലേ. അപ്പൊ അതൊക്കെ കഴിക്കുക. അതൊക്കെ അമ്മമാര് വെച്ചിരുമ്പോ വേണ്ടാന്ന് പറയരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോവാം.
സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം വിറ്റമിൻ ഡി സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് ഉണ്ടാവുന്നതെന്ന്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. എന്താണ്? വിറ്റമിൻ ഡി രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നുണ്ട് കേട്ടോ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമപ്പെടുത്തുന്നു. പിന്നെ ഹൃദ്രോഗങ്ങൾ, ടൈപ്പ് 1 ഡയബറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ്, പക്ഷാഘാതം എന്നിവ തടയാൻ സഹായിക്കുന്നു. ജീവകം ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, റിക്കറ്റ്സ് അഥവാ കണ, ഓസ്റ്റിയോമലേസിയ. ഇതൊക്കെയാണ് ജീവകം ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന റിക്കറ്റ്സ് അഥവാ കണ, ഓസ്റ്റിയോമലേസിയ. ഓക്കെ, അടുത്തത് ജീവകം D2ന്റെ പ്രോ വൈറ്റമിൻ ആണ് എന്ത്? എർഗോസ്റ്റിറോൾ. എന്താണ്? എർഗോസ്റ്റിറോൾ. എർഗോസ്റ്റിറോൾ സസ്യങ്ങളിലാണ് കാണപ്പെടുന്നത് കേട്ടോ. ജീവകം D3യുടെ പ്രോ വൈറ്റമിൻ ആണ് 7D ഹൈഡ്രോ കൊളസ്ട്രോൾ. ഇത് മൃഗങ്ങളിലാണ് കാണപ്പെടുന്നത്. എന്തിലാ കാണപ്പെടുന്നത്? മൃഗങ്ങളിൽ. ഓക്കെ, അടുത്ത നമ്മുടെ ജീവകമാണ് ഏത്? ജീവകം K. രാസനാമം എന്താണ്? ഫിലോക്വിനോൺ. എന്താണ് രാസനാമം? ഫിലോക്വിനോൺ. ജീവകം K കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ഡാം. ആരാണ് ജീവകം K കണ്ടെത്തിയത്? ഹെൻറി ഡാം. പിന്നെ രക്തം കട്ട പിടിക്കാൻ ആവശ്യം വേണ്ട വൈറ്റമിൻ ആണ്. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിയെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബ്ലഡ് പെട്ടെന്ന് വരും അല്ലേ? പക്ഷെ അത് കുറച്ചു നേരം കഴിയുമ്പോൾ നിൽക്കുന്നതായിട്ട് കാണില്ലേ? അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ ജീവകം K ഉണ്ട്. അപ്പൊ ആ ജീവകം K ആണ് ഈ ബ്ലഡ് കട്ട പിടിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വൈറ്റമിൻ. മനസ്സിലായോ? പിന്നെ ആന്റി ഹെമറാജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ആന്റി ഹെമറാജിക് വൈറ്റമിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണിത് കേട്ടോ. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ്. സെയിം എല്ലാത്തിലും നമ്മുടെ ഇലക്കറികളുണ്ട്. അപ്പൊ ഇലക്കറികൾ ഒഴിവാക്കരുത് കേട്ടോ. ഇലക്കറികൾ, സോയാബീൻ, ഉരുളക്കിഴങ്ങ്, തക്കാളി, ചീര, കാബേജ് എന്നിവയാണ് പ്രധാന സ്രോതസ്സുകൾ. കരളിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന ജീവകമാണ്. നമ്മുടെ കരളിനെ നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ജീവകമാണ് കേട്ടോ അത്. അപര്യാപ്തത രോഗം, രക്തം കട്ട പിടിക്കുന്നതിന് തടസ്സം. അതായത് ചിലർക്ക് മുറിഞ്ഞാലും രക്തം പോയിക്കൊണ്ടേയിരിക്കില്ലേ കട്ട പിടിക്കാണ്ട്. കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവകം K ഉണ്ട് ശരീരത്തിൽ, അതുകൊണ്ടാണ്. കട്ട പിടിക്കാണ്ടിരിക്കുമ്പോൾ അവർക്ക് ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന എന്തായിരിക്കും? അതൊരു സിവിയർ കണ്ടീഷനിലോട്ട് പോകും അല്ലേ? അപ്പൊ ആ അവസ്ഥയാണ് ഇതിന്റെ അപര്യാപ്തത രോഗം. ഓക്കെ, അടുത്തത് എന്താണ്? ജീവകം E. ജീവകം E എന്ന് പറയുമ്പോൾ അതിന്റെ രാസനാമം എന്താണ്? ടോക്കോഫെറോൾ. എന്താണ്? ടോക്കോഫെറോൾ. ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നു. എന്താണ്? ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നു. സസ്യങ്ങളിലും ജന്തുക്കളിലും വ്യാപകമായി കാണുന്നു. സസ്യങ്ങളിലും ജന്തുക്കളിലുമാണ് ഇത് വ്യാപകമായിട്ട് കാണുന്നത്. പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു ജീവകമാണ് ഈ ജീവകം E. ഓക്കെ, പരുത്തിക്കുരു എണ്ണ, നിലക്കടല എണ്ണ, സൂര്യകാന്തി എണ്ണ, മുളപ്പിച്ച പയർ എന്നിവയിൽ ധാരാളം ഇതടങ്ങിയിട്ടുണ്ട്. എന്തിലൊക്കെയുള്ളത്? പരുത്തിക്കുരു എണ്ണ, നിലക്കടല എണ്ണ, സൂര്യകാന്തി എണ്ണ, മുളപ്പിച്ച പയർ എന്നിവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെ മഞ്ഞക്കരു, മത്സ്യ എണ്ണകൾ, പശുവിൻ പാൽ, മൃഗക്കൊഴുപ്പുകൾ എന്നിവയും ജീവകം ഇയുടെ പ്രധാന സ്രോതസ്സുകളാണ്. അപര്യാപ്തത രോഗം ഏതാണ്? ജീവകം ഇന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വന്ധ്യത. ഹോർമോണായി പ്രവർത്തിക്കുന്ന ജീവകമാണ് ബ്യൂട്ടി വൈറ്റമിൻ. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് അതേതാണ്? നമ്മുടെ ജീവകം E തന്നെയാണ്. ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിൽ പങ്കുവഹിക്കുന്നു. അടുത്തതാണ് നമ്മളപ്പോൾ ഇതുവരെ നോക്കിയത് ഏതാണ്? കൊഴുപ്പിൽ ലയിക്കുന്നത്. അത് കഴിഞ്ഞു കേട്ടോ. ഇത്രയും ജീവകങ്ങളാണ്, അതിന്റെ എക്സ്പ്ലനേഷൻസും കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതാണ്? ജീവകം B1. അതിന്റെ രാസനാമം എന്താണ്? തയാമിൻ. എന്താണ്? തയാമിൻ. സസ്യങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന ജീവകമാണ്. ധാന്യങ്ങളുടെ തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. ധാന്യങ്ങളുടെ തവിടിലാണ് കേട്ടോ ധാരാളം അടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ് കഴിക്കേണ്ടത് നമ്മൾ? പച്ചക്കറികൾ, പയർ, പരിപ്പ്, മുട്ട, കരൾ, പന്നിമാംസം എന്നിവ തയാമിന്റെ സമൃദ്ധമായ സ്രോതസ്സുകളാണ്. പാചകം ചെയ്യുമ്പോൾ തയാമിൻ നഷ്ടപ്പെടുന്നു. പാചകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ അല്ലേ? അതാണിത്, തയാമിൻ. എന്താണ്? പാചകം ചെയ്യുമ്പോൾ തയാമിൻ
നഷ്ടപ്പെടുന്നു. അപര്യാപ്തത രോഗം ഏതാണ്? ബെറിബെറി. രോഗത്തിന്റെ പേര് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ, പക്ഷെ അവസ്ഥ ഭയങ്കര മോശമാണ്. അപര്യാപ്തത രോഗമാണ് ബെറിബെറി. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ഈ ബെറിബെറി. നാഡീവ്യവസ്ഥയാണ് കേട്ടോ അത് ബാധിക്കുന്നത്. അപ്പൊ നമ്മൾ നന്നായിട്ട് എന്തൊക്കെ കഴിക്കണം? പച്ചക്കറികൾ, പയറ്, പരിപ്പ്, മുട്ട, കരൾ, പന്നിമാംസം ഒന്നും നിറയെ അങ്ങോട്ട് കഴിക്കരുത്, ആവശ്യത്തിന്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് എന്താണ്? വിജയവും B1, അതായത് തയാമിൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഉണ്ടാവും. പിന്നെ ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും ആവശ്യമായ ജീവകമാണ്. രക്തത്തിന്റെ ഉൽപാദനത്തിനും രക്തചംക്രമണത്തിനും സഹായിക്കുന്നു. അടുത്തത് നമ്മുടെ ജീവകം B2. രാസനാമം എന്താണ്? റൈബോഫ്ലേവിൻ. ഓക്കെ, വൈറ്റമിൻ G എന്നറിയപ്പെടുന്നു. എന്താണ്? വൈറ്റമിൻ G എന്നറിയപ്പെടുന്നു. ത്വക്കിന്റെയും വായുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ്. ധാന്യങ്ങൾ, മുട്ട, പാൽ, മാംസം, ഇലക്കറികൾ എന്നിവ പ്രധാന സ്രോതസ്സുകളാണ്. അപ്പൊ ഏകദേശം നമ്മുടെ കോമൺ ആയിട്ട് വരുന്നത് മുട്ട, പാൽ, മാംസം, ഇലക്കറികൾ, പിന്നെ മത്സ്യം, അതൊക്കെ എല്ലാത്തിലും അത് വരുന്നുണ്ട്. അപ്പൊ ഈ ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യാണ്ട് എല്ലാവരും കഴിക്കുക. നമുക്ക് ഈ പറഞ്ഞ ജീവകങ്ങളൊക്കെ ശരീരത്തിൽ ആവശ്യമല്ലേ. ഓക്കെ, ചുവന്ന രക്തകോശങ്ങൾ, ആന്റിബോഡികൾ എന്നിവയുടെ ഉൽപാദനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ്? അരിബോഫ്ലാവിനോസിസ്, ആൻഗുലർ സ്റ്റോമാറ്റിസ്. ഓക്കെ, ഇത് നോക്കി വെക്കുക. ഇത് അധികം ചോദിച്ചതായി കണ്ടിട്ടില്ല, പക്ഷെ എങ്കിലും നമ്മുടെ കഷ്ടകാലത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ അറിയണം. അപ്പൊ ഇത് നല്ലപോലെ നോക്കി വെക്കുക കേട്ടോ. അടുത്തത് ഈസ്റ്റ്, ഫെർമെന്റേഷൻ നടത്തുന്ന ബാക്ടീരിയ എന്നിവയിൽ ധാരാളമായുള്ള ജീവകമാണിത് കേട്ടോ. അടുത്ത ഏതാണ്? ജീവകം B7. അതിന്റെ രാസനാമം എന്താണ്? ബയോട്ടിൻ. എന്താണ്? ബയോട്ടിൻ. അപ്പൊ ഈ ബയോട്ടിന്റെ കുറവ് മൂലം, അതായത് ജീവകം B7ന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന ഒരു രോഗമാണ് ഇത്, ഡെർമറ്റൈറ്റിസ്. ഓക്കെ, ജീവകം H എന്നറിയപ്പെടുന്നു. എന്താണ്? ജീവകം H എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അടുത്തത് ജീവകം B3. അതിന്റെ രാസനാമം എന്താണ്? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. ജീവകം B3 ഇത് ഇമ്പോർട്ടന്റ് ആണ്. ജീവകം B3 അതിന്റെ രാസനാമം എന്താണ്? നിയാസിൻ നിക്കോട്ടിനിക് ആസിഡ്. മത്സ്യം, ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവയിൽ ധാരാളമായിട്ട് ഈ ജീവകം B3 അടങ്ങിയിരിക്കുന്നു. ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഒരു ജീവകമാണ്. ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും ആവശ്യമാണ്. അതിന്റെ അപര്യാപ്തത രോഗം എന്താണ്? പെല്ലാഗ്ര. അപര്യാപ്തത രോഗം എന്താണ്? പെല്ലാഗ്ര. ഇതെന്തിനാ ഞാൻ ആവർത്തിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപര്യാപ്തത രോഗം ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഒരെണ്ണെങ്കിലും ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അതിന് ആൻസർ ചെയ്യണം, 1 മാർക്ക് വാങ്ങും വേണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയണത്. ശ്രദ്ധിച്ച് പഠിക്കുക. എന്തായാലും ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാവുന്ന അവസ്ഥയാണ് ഈ പെല്ലഗ്ര. പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാവുന്ന അവസ്ഥയാണ് ഈ പെല്ലഗ്ര എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഏതിലൊക്കെയാ ഇതുള്ളത്? മത്സ്യം, ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ കേട്ടോ. ഓക്കെ, അടുത്ത വരാം നമ്മുടെ ജീവകം B5. അതിന്റെ രാസനാമം എന്താണ്? പാൻറ്റോതെനിക് ആസിഡ്. ഓക്കെ, പാൻറ്റോതെനിക് ആസിഡ് ആണ് നമ്മുടെ ജീവകം B5ന്റെ രാസനാമം. ആന്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. എന്താ അറിയപ്പെടുന്നത്? ആന്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ഏതിലൊക്കെയുള്ളത്? മുട്ട, പാൽ, കരൾ, ഈസ്റ്റ്, കൂണുകൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, മാംസം എന്നിവ പ്രധാന സ്രോതസ്സുകളാണ് കേട്ടോ. ഹോർമോണുകളുടെ ഉൽപാദനം, ഹീമോഗ്ലോബിന്റെ ഉൽപാദനം എന്നിവയെ സഹായിക്കുന്നു. അപ്പൊ അപര്യാപ്തത രോഗം ഏതാണ്? പാരസ്തീഷ്യ. അപര്യാപ്തത രോഗം ഏതാണ്? പാരസ്തീഷ്യ. അപ്പൊ ഇതുവരെ പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, റിപ്പീറ്റഡ് ആയി കേൾക്കുക. ഒരു വൈറ്റമിൻ വെച്ചിട്ടെങ്കിലും പഠിക്കണം കേട്ടോ. ഞാൻ അതുകൊണ്ട് അത് റിപ്പീറ്റഡ് ആയി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ജീവകം B9. രാസനാമം എന്താ? ഫോളിക് ആസിഡ്. ഇത് ഏകദേശം എല്ലാവരും കേട്ട് കാണല്ലേ, ഈ ഫോളിക് ആസിഡ്. ഓക്കെ, എന്താ സംഭവം എന്ന് നോക്കാട്ടോ. കരളിൽ സംഭരിച്ച് വെക്കപ്പെടുന്നു. പച്ചക്കറികൾ, ധാന്യങ്ങൾ, കരൾ എന്നിവ പ്രധാന സ്രോതസ്സുകളാണ്.
ഓക്കെ. ന്യൂക്ലിക് ആസിഡുകൾ, ചുവന്ന രക്താണുക്കൾ, ഹീമോഗ്ലോബിൻ എന്നിവയുടെ ഉൽപാദനത്തിന് ഇത് അനിവാര്യമാണ്. ദഹനത്തെ സഹായിക്കുന്നു. മാനസിക വൈകാരിക ആരോഗ്യം നിലനിർത്തുന്നു. അപര്യാപ്തത രോഗം ഏതാണ്? അനീമിയ. അപര്യാപ്തത രോഗം ഏതാണ്? അനീമിയ. ഓക്കെ. അടുത്തത് ജീവകം B12. രാസനാമം എന്താണ്? സൈനക്കോബലാമിൻ. ഓക്കെ, സൈനക്കോബലാമിൻ. എനർജി വൈറ്റമിൻ. അതാണ് നമ്മുടെ എനർജി വൈറ്റമിൻ. എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. മുട്ട, മുട്ട, പാൽ, കരൾ, മാംസം, കൊഞ്ച്, കക്ക, ഞണ്ട് എന്നിവയാണ് പ്രധാന ഭക്ഷ്യസ്രോതസ്സുകൾ. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് വേണ്ട ജീവകം കൂടിയാണ് കേട്ടോ. കൊബോൾട്ട് അടങ്ങിയ ജീവകമാണ്. എന്താണ്? കൊബോൾട്ട് അടങ്ങിയ ജീവകം കൂടിയാണ്. മനുഷ്യന്റെ വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്നതാണ്. ഇത് വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്നതാണ്. എവിടെയാണ്? വൻകുടലിൽ. ജീവകം B12 എവിടെ നിർമ്മിക്കപ്പെടുന്നത്? വൻകുടലിൽ. സസ്യങ്ങളിൽ നിന്ന് ലഭിക്കാത്തൊരു ജീവകമാണ്. അപര്യാപ്തത രോഗം ഏതാണ്? പെർനീഷ്യസ് അനീമിയ. എന്താണ്? പെർനീഷ്യസ് അനീമിയ. ഹലോ, നമുക്കപ്പോൾ എന്തായാലും ഇനി അടുത്തത് ജീവകം C. ജീവകം സിയിലോട്ട് പോവാം അല്ലെ. ജീവകം സിയുടെ രാസനാമം എന്താണ്? അസ്കോർബിക് ആസിഡ്. എന്താണ്? അസ്കോർബിക് ആസിഡ്. എന്താണ്? ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക, തക്കാളി, തണ്ണിമത്തൻ, ബ്രൊക്കോളി എന്നിവയിൽ ധാരാളമുണ്ട് ഈ ജീവകം സി. ആരോഗ്യമുള്ള പല്ലുകൾ, മോണകൾ, എല്ലുകൾ എന്നിവ നിലനിർത്താൻ ആവശ്യമുള്ള ഒരു ജീവകം കൂടിയാണ് ഇത്. പിന്നെ പച്ചക്കറികൾ ചൂടാക്കിയാലും പാകം ചെയ്താലും നഷ്ടമാകുന്ന ഒരു ജീവകമാണ് കേട്ടോ അത്. പിന്നെ മുറിവുണങ്ങുന്നതിന് സഹായിക്കുന്ന ഒരു ജീവകമാണ് എന്ത്? കൊളാജൻ. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ്. രോഗപ്രതിരോധ വൈറ്റമിൻ കൂടിയാണ് കേട്ടോ. അപര്യാപ്തത രോഗം ഏതാണ്? സ്കർവി. മോണയിൽ നിന്ന് രക്തസ്രാവം, അതാണ് ഈ സ്കർവി എന്ന് പറയുന്നത്. പിന്നെ ഇരുമ്പിന്റെ ആഗിരണത്തെ സഹായിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാതും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലെ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ എടുത്തു പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ടല്ലോ, അതെല്ലാം നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് ഇതൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പം എന്തായാലും 2 വട്ടം കേട്ട് നോക്കാം. അടുത്ത നല്ല കുറച്ച് ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ആയിട്ട് ഞാൻ എന്തായാലും വരാം. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാൽ പിന്നെന്താ പറയാനുള്ളത്? നന്നായി പഠിക്കുക. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അടുത്ത ടോപ്പിക്സും അപ്പോൾ ഈ എൻ്റെ ക്ലാസ്സൊക്കെ കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങളെ സഹായിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിച്ച് മുന്നേറുക. ഓക്കെ, ബൈ. താങ്ക് യു.